ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് അൽബർഷയിലാണ്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം മിക്ക കറാമ ആ സൈഡ് ഇവിടെ എല്ലാം ആകെ പരിതാപകരമായ അവസ്ഥയാണ്. ഇന്നലത്തേക്കാളും ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട്. കാര്യം ഇപ്പം കുറച്ച് വെയിലും കാര്യങ്ങളും വന്ന് തണുപ്പൊന്നും മാറിയിട്ടില്ല. ഇവിടത്തേക്ക് അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ആൾക്കാരെല്ലാം പാനിക്കാണ്, കണ്ടില്ലേ? എന്നാലും ഓക്കെ, അങ്ങനെ വലിയൊരു പ്രശ്നമില്ല. കാറുകളെല്ലാം ആകെ പ്രശ്നമായി. കാറുകളൊക്കെ കണ്ടില്ലേ, ഫുട്പാത്തിലും കാര്യങ്ങളിലൊക്കെ കയറ്റിയിട്ടിരിക്കുകയാണ്. കാര്യം എല്ലാ എൻജിനും ആകെ സീനായിട്ട് കിടക്കുവാണ്. ഒരു സ്ഥലത്ത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ സ്റ്റാർട്ടാകാത്ത ഇരിക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ പ്ലഗിലും ഫുള്ള് വെള്ളം കയറും. ആൾക്കാർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആകെ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. വലിയ SUV ഒക്കെ പോലും കണ്ടില്ലേ, ജീവാഗനൊക്കെ കണ്ടില്ലേ, ജീവാഗനൊക്കെ ഇവിടെ ഇട്ടേക്കുവാണ്. ജീവാഗൻ പോലും പോകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ എന്താ അർത്ഥം? ജീവാഗൻ പോലും കൊണ്ടുപോകാനൊരു നിവൃത്തിയില്ല. അതും ഇവിടെ കയറ്റിയിട്ടിരിക്കുക. കാര്യം അത്രയ്ക്ക് ഡീപ്പായിട്ടാണ് വെള്ളം. ഇതിൻ്റെ പാർട്സിലെല്ലാം കയറി കഴിഞ്ഞാൽ വണ്ടി കംപ്ലൈൻ്റ് ആകും. എത്ര ഇതാന്ന് പറഞ്ഞത്, ഒരു വണ്ടിക്കൊരു ലിമിറ്റുണ്ട്. അപ്പം ഫുള്ള് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു 2 hour 3 hour 4 hour വണ്ടി വെള്ളത്തിൽ പോകാനൊന്നും ഒരു വണ്ടിക്കും അത്ര ഇതൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ സ്പീഡിന് പോയിട്ട് മാക്സിമം പെട്ടെന്ന് എത്തുക എന്നുള്ള ഒരു നിവൃത്തിയില്ല. ഇവിടെ ആൾക്കാരെല്ലാം ഇറങ്ങി നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഒരു 2 ടാങ്കറോളം വണ്ടി വന്നിട്ട് വെള്ളം എടുത്തിട്ട് പോയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഈ കാണുന്നതാണ് ഷേഖ് സായർ റോഡ്. അതായത് ഇതല്ല, ഈ കാണുന്നത്. ഇവിടെ ഇന്നലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയും അനങ്ങില്ല. അതായത് ഒരു മണിക്കൂറിൽ ഒരു 2 ഫൂട്ട് അനങ്ങും, അത്രേ ഉള്ളൂ. ഒരു ശകലം ഒന്ന് അനങ്ങും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ എത്തിയപ്പോൾ, റൂമിലൊക്കെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ പുള്ളിനെ ഞാൻ രാവിലെ വിളിച്ചിരുന്നു. പുള്ളി രാവിലെ എത്തിയത് 6 മണിക്കാണ് എത്തിയത്. ഇന്നലെ 3 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് 6 മണിക്കാണ് പുള്ളി ഇന്ന് രാവിലെ 6 മണിക്കാണ് എത്തിയത്. 16 hours 17 hours ആ കാറിൽ പുള്ളി നിന്നെന്നുള്ള ഒരു അവസ്ഥയാണ്. എല്ലാവരും, പുള്ളി മാത്രമല്ല മിക്കുള്ളവരും. ഇപ്പോഴും വണ്ടികൾ ഷേഖ് സായർ റോഡിലൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. എന്നാലും ആ ഒരു സൈഡിലൊക്കെ വണ്ടികൾ ഫുള്ള് ഇതായിട്ട് നിൽക്കുകയാണ്. അല്ല, ഇവിടെയൊക്കെ ഇവർ പുതിയ പാർക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആക്കിയതാണ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടാണുള്ളത്. ഇതൊക്കെ ഇനിയിപ്പം അവർ വണ്ടി വന്ന് വറ്റിച്ചാലേ ഉള്ളൂ. കാര്യം ഇവിടെ ഫുള്ള് ഇൻ്റർലോക്കും ഈ മണലും ആയതുകൊണ്ട് ഒരിക്കലും വെള്ളം താരില്ല. അപ്പോൾ ഇതിൽ വണ്ടി വന്ന് വറ്റിക്കാനല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ഗൈസ്, ഒരു പുലിക്കുട്ടി കിടക്കുന്നുണ്ടോ? പുലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. മസ്താങ്ങാണ് കിടക്കുന്നത്, ഫോർഡ് മസ്താങ്. മൂടിയൊക്കെ ഇട്ടേക്കാണ്. കാര്യം വെള്ളം അത്രയ്ക്ക് ഡീപ്പാണ്. ഈ സൈഡ് മാത്രമല്ല, ഫുള്ള് വെള്ളം കണ്ടില്ലേ, ഫുള്ളിങ്ങനെ വെള്ളമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ കുളം ഇതൊന്നും കാണാൻ പോകേണ്ട അവസ്ഥയില്ല, ഒരാവശ്യമില്ല. ഇവിടെ തന്നെ എല്ലാം ഉണ്ട്, കണ്ടില്ലേ? ഫുള്ള് വെള്ളത്തിലൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഈ കാര്യം വെള്ളം പോകാത്തതെന്ന് പറഞ്ഞാൽ, ഒഴുകിപ്പോകത്തെന്ന് പറഞ്ഞാൽ ചുറ്റിനും ഇങ്ങനെ വെള്ളം കിടക്കുകയാണ്. ചുറ്റിനും വെള്ളം, ഒരു വെള്ളം പോലെ ഒരു ആലപ്പുഴയൊക്കെ പോയൊരു ഫീലിങ്. ചുറ്റിനും വെള്ളം കിടക്കണം, കണ്ടോ? ചുറ്റിനും ഇവിടെ വെള്ളം ഒരു കടൽ പോലെ ഫുള്ള് കിടക്കുവാണ്. ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇതിന് ഒഴുകി പോകാനായിട്ട്. അപ്പോൾ ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പോകാമെന്നല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല പോകാനായിട്ട്, കണ്ടില്ലേ? कैसा है भाई फीलिंग्स? गाड़ी किधर है आपका? रोड के ऊपर प्रॉब्लम नहीं है ना? ओके, सेफ है ना? कल 3 बजे से आए थे। हाँ, 30 घंटा पूरा हो गया। 30 घंटा? ओ अल्लाह, अभी सेफ है ना? गाड़ी सेफ है ना? വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഐ മീൻ, ഈ ഇൻ്റർലോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത് കണ്ടില്ലേ? ഇപ്പം തന്നെ നമുക്കിങ്ങനെ തപ്പി നടക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലേ? ഇപ്പുറത്ത് എന്താണെന്നുള്ളൊരു ഒരു അവസ്ഥ ഇത് കിട്ടത്തില്ല, ഒരു അറിവില്ല. കാര്യം ചവിട്ടം നേരെ ഡ്രൈനേജ് ആണെങ്കിൽ നേരെ കുഴി പോകും, ഓപ്പണാക്കി വെച്ചേക്കുവാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. എങ്ങോട്ട് പോകുമെന്ന് ഒരു പിടുത്തമില്ല. അപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ, ഫുള്ള് ഇതിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഫുള്ള് വെള്ളമാണ്, ചുറ്റിനും വെള്ളമാണ്. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളൊരു പിടുത്തമില്ല. കാര്യം നമ്മളിങ്ങനെ തപ്പി നടക്കും എന്നുള്ളതല്ലാതെ നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പം പെട്ടെന്ന് ഇപ്പം കട്ടിങ്ങാണ്, നമ്മൾ ഇതിൻ്റെ ഭാഗം പെട്ടെന്ന് വീഴും. ഇതിൻ്റെ അവിടെ വരെ വെള്ളമാണ്. കാര്യം ആൾക്കാർക്ക് റൂമിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ കറണ്ടില്ല, വെള്ളമില്ല, റൂമിൽ വെള്ളമില്ല, കറണ്ടില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഒരുപാട് ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ അവർ ഓഫാക്കിയതായിരിക്കാം. അതാണ് ഇവിടെ അവസ്ഥ. വേറൊരു നിവർത്തിയില്ല. അപ്പോൾ ആൾക്കാർ ഈ ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്തിറങ്ങുക, ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സുകളെല്ലാം അടച്ചിട്ടിട്ടുണ്ടെങ്കിലും അവർ മാക്സിമം അകത്തിരുത്തി ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? You want to swim?
ഗൈസ് ഇങ്ങനെ ഒരു സംഭവം ദുബായിൽ ഫസ്റ്റ് ടൈം ആണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ എല്ലാവരും സേഫാണ്. ഓക്കെ, എനിക്കറിയാവുന്ന ഒരു 95% ഇവിടെ സേഫാണ്. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ആർക്കും. കാര്യം ഇത് ഒരു 2-3 ഡേയ്സ് കൊണ്ട് എല്ലാം ട്രെയിനായി പോകാമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും കണ്ടില്ലേ, വണ്ടിയുടെയൊക്കെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഉള്ളവർക്കാണ് കൂടുതലും റിസ്ക് ആയിട്ടുള്ള സംഭവം. വണ്ടിയുടെയൊക്കെ നമ്പർ പ്ലേറ്റ് ഫുള്ള് പോയിട്ടുള്ളത്. ഇത് കിടക്കുന്ന ലാൻഡ് ക്രൂസറായി കിടക്കുന്നത്. അതിൻ്റെ വരെ നമ്പർ പ്ലേറ്റ് പോകുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഡീപ്പായിരിക്കില്ലേ ഇവിടുത്തെ വെള്ളം. പിന്നെ ഇവർക്കൊന്നും ഒന്നും ചെയ്യാനില്ല ഇവിടുത്തെ ആൾക്കാർക്കൊന്നും. ഇവർക്കൊക്കെ ഈ വണ്ടി കൊണ്ടുവന്ന് ഏകദേശം മഴ ഒന്ന് തോന്നിട്ട് ഇന്നലെ ഒരാൾക്ക് സംസാരിച്ച് ഇവിടെ അറബി ഞാനിങ്ങനെ വന്നപ്പോൾ പുള്ളി വെള്ളമല്ലായിരുന്നു. എല്ലാവർക്കും സപ്പോർട്ടാണ്. അപ്പോൾ പുള്ളി പറയാം വേറെ ഒന്നും നിവർത്തിയില്ല, അതിന് അടുത്ത മഴ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. കാര്യം ഒരു സ്റ്റെപ്പ് നിന്നു, അടുത്തത് ഈ കാറ്റും തണ്ടർസ്റ്റോം ആ ഒരു രീതിയിലാണ് മഴ പെയ്യുന്നത്. വേറെ ഒരു നിവർത്തിയില്ല. ഇവിടെ നമ്മളിപ്പോൾ വറ്റിച്ചുകൊണ്ടിരുന്നാലും അടുത്ത പിന്നെ നിറയുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്ന് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു വഴിയില്ല അവർക്കൊന്നും പോകാനായിട്ട്. അതായത് മെട്രോ എല്ലാം മാറ്റി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കമ്പനീനെ ഇൻഫോം ചെയ്യുക, ജസ്റ്റ് സ്റ്റേ ബാക്ക് ടു റൂം, അത്രേ ഉള്ളൂ. സേഫായിട്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ. ദൈവം എല്ലാവരും കാക്കട്ടെ, കുറച്ചും എല്ലാവരും കാക്കട്ടെ. ഇന്നലെ ഇവിടെ ഈ നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഇട്ടിരുന്ന സോഫകൾ വരെ തെറിച്ച് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതൊക്കെയാണ് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ റെയിനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നല്ല കാറ്റുണ്ടാവും. നല്ല കാറ്റായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ താഴെ പോയി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തലയിൽ വീഴായിരുന്നു നോക്കുക, അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു ആകെ ഉണ്ടായിരുന്നത്. വേറെ പ്രശ്നമൊന്നും അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഈ ഡ്രൈനേജും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ നോക്കണം. ഇതുപോലുള്ള വലിയ ബിൽഡിങ് ഇത് മാത്രമല്ല, ഒരുപാട് നല്ല ഹൈറ്റ് ചെയ്യുന്നേ. ഒരു സോഫയൊക്കെ എടുത്ത് മറിക്കാനുള്ള ഒരു ശക്തിയുള്ള കാറ്റെന്ന് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും സേഫാണ്, അൽഹംദുലില്ലാ, എല്ലാവരും ഓക്കെയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ആയാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ അവർ മാക്സിമം റോഡ് ക്ലിയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും ഇവിടുത്തെ തിരക്കും വണ്ടികളൊന്നും അത്രയാണ്. മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ആൾക്കാരെല്ലാം കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടില്ലേ. പിന്നെ ഇതുപോലുള്ള റീകവറി വണ്ടികൾക്കാർക്കൊക്കെ ഒരുപാട് പണിയുണ്ട്. അതായത് അവർക്കിപ്പോഴാണ് ബിസിനസ് കിട്ടുന്ന സമയം. ഒരുപാട് വണ്ടികളിങ്ങനെ കയറ്റിക്കൊണ്ട് പോകാനുണ്ട്. എല്ലാം എൻജിൻ ഓഫാണല്ലോ.